അത്തപ്പൂക്കൾ വിരിഞ്ഞു. എടപ്പാളിൽ ഇനി പൂക്കാലം. എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ പരിധിയിൽ പൂക്കൾ പുഞ്ചിരിക്കും എടപ്പാൾ എന്ന പദ്ധതിക്ക് തുടക്കമായി. ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി സുബൈദ നിർവഹിച്ചു. എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ ജനകീയ ആസൂത്രണം പദ്ധതി പ്രകാരം വിതരണം ചെയ്ത ചെണ്ടുമല്ലി പൂ വിളവെടുപ്പ് ഉദ്ഘാടനം നടന്നു. എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പ്രഭാകരന്റെ അധ്യക്ഷതയിൽ എടപ്പാൾ പഞ്ചായത്ത് പ്രസിഡന്റ് സി വി സുബൈദ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡിൽ മാനന്തകാവ് അമ്പല പരിസരത്ത് ദേവൻ തൈവളപ്പിൽ കുട്ടൻ കണ്ണയിൽ പറമ്പിൽ രമണി ഇടപ്പ വീട്ടിൽ വിലാസിനി എന്നീ കർഷകരുടെ കൃഷിയിടത്തിലും 13-ാം വാർഡിൽ കുന്നത്തുമന ദാമോദരൻ എന്ന കർഷകന്റെ കൃഷിയിടത്തിലും നളിനി നെല്ലിക്കൽ വസന്ത മാമറ്റ വളപ്പിൽ തങ്കമണി കൊട്ടലിങ്ങൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് പൂക്കൃഷി നടത്തിയത്. കൃഷി ഓഫീസർ സുരേന്ദ്രൻ MP പദ്ധതി വിശദീകരണം നടത്തി. പൂവട്ടിയിൽ തുമ്പപ്പൂവും കാശിത്തുമ്പയും മുക്കുറ്റിയും കോളാമ്പിപ്പൂവും അറുത്ത് വീട്ടുമുറ്റത്ത് അത്തം മുതൽ പൂക്കളം ഒരുക്കിയിരുന്ന മലയാളി ഇന്ന് പൂക്കളം ഒരുക്കുന്നതിന് ഇതര സംസ്ഥാന പൂക്കൾക്ക് പിറകെയാണ്. എന്നാൽ അത്തം മുതൽ എടപ്പാളിലെ കർഷകർ സ്വന്തമായി ഉൽപ്പാദിപ്പിച്ച പൂക്കൾ കൊണ്ട് പൂക്കളം ഒരുക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് വിവിധ വാർഡുകളിലായി 5 ഏക്കർ സ്ഥലത്താണ് പൂക്കൃഷി ചെയ്തിട്ടുള്ളത്. ചടങ്ങിൽ എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദിനേശൻ, പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NR അനീഷ്, വാർഡ് മെമ്പർ CV ദേവദാസ്, കുടുംബശ്രീ വൈസ് പ്രസിഡന്റ് മണി CP, ശൂലപാണി മാസ്റ്റർ, വാരിത്തു ജയകൃഷ്ണൻ, ചന്ദ്രശേഖരൻ, കേശവൻ അരിയാരത്ത്, കാളി വട്ടപ്പറമ്പിൽ, സുശീല വട്ടപ്പറമ്പിൽ, ശാന്ത മാമ്പറ്റവളപ്പിൽ എന്നിവർ പങ്കെടുത്തു. NCV ന്യൂസ് എടപ്പാൾ. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.